ഇനി കണ്ണൂരിലേക്കാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈലൊക്കെ പിടികൂടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ മൊബൈലൊക്കെ സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നത് എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ കടത്താൻ ശ്രമിച്ചയാൾ കൂടെ പിടിയിലായിരിക്കുകയാണ്. പനങ്കാവ് സ്വദേശി അക്ഷയാണ് പിടിയിലായത്. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, മൊബൈൽ കടത്താനായി തന്നെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടോ? ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ കോമ്പൗണ്ടുകളിലേക്ക് 3 പേർ അതിക്രമിച്ച് കയറിയത് ജയിൽ ഉദ്യോഗസ്ഥർ CCTV ദൃശ്യങ്ങളിലൂടെയാണ് കാണുന്നത്. പിന്നാലെ പുറത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് ഉദ്യോഗസ്ഥർ എത്തുമ്പോഴാണ് ഈ ജയിൽ കോമ്പൗണ്ടിനുള്ളിലേക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഒപ്പം ഒരു മൊബൈൽ ഫോണും വലിച്ചെറിയുന്ന കാഴ്ച കാണുന്നത്. പിന്നാലെ തന്നെ ജയിൽ ഉദ്യോഗസ്ഥർ ഈ കാഴ്ച കണ്ട് ഇവരെ പിടിക്കാനായി ഓടിയെത്തിയ സമയത്ത് ഇവർ 3 പേരും ഓടുകയായിരുന്നു. അതിനിടയിലാണ് ഈ പനങ്കാവ് സ്വദേശി അക്ഷയ് നിലത്ത് വീണു. മറ്റു 2 പേരും ഓടി രക്ഷപ്പെട്ടു. അക്ഷയ് മാത്രമാണ് പിടികൂടാനായത്. എന്തായാലും തൊട്ടു പിന്നാലെ തന്നെ ജയിൽ സൂപ്രണ്ട് വിവരം കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ അറിയിച്ചു. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തി ഈ പനങ്കാവ് സ്വദേശിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഈ ജയിലിനുള്ളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ തടവുകാർക്കാണ് ഈ പുകയില ഉൽപ്പന്നങ്ങളും മൊബൈൽ ഫോണും എറിഞ്ഞു നൽകിയത് എന്ന് അക്ഷയ് മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇതൊരു പതിവ് സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ജയിലിനുള്ളിലേക്ക് വരുന്ന ആളുകളാണ് സാധാരണഗതിയിൽ, അതായത് തടവുകാർ തന്നെയാണ് സാധാരണഗതിയിൽ ഇത്തരം സാധനങ്ങൾ ശരീരഭാഗങ്ങളിലും മറ്റും ഒളിപ്പിച്ചു വെച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഗോവിന്ദസ്വാമി വിഷയത്തിന് ശേഷം ജയിലിൽ കുറച്ചുകൂടി സുരക്ഷാ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു നിന്നുള്ള ആളുകളെ ഉപയോഗിച്ച് മൊബൈൽ ഫോണും മറ്റും ഉള്ളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് വേണം ഊഹിക്കാൻ. എന്തായാലും സംഭവത്തിൽ അറസ്റ്റിലായ ആളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.